പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ എടുത്തിട്ടുള്ള വലിയ തീരുമാനങ്ങളെക്കാൾ ലൈഫിൽ വരുത്തിയ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ, ചെറിയ ചെറിയ ഹാബിറ്റ്സ് ആണ് പലപ്പോഴും ലക്ഷ്യങ്ങൾ കണ്ടിട്ടുള്ള എനിക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ 10 ടൈനി ഹാബിറ്റ്സ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയും എനിക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള 10 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിയേറ്റ് മോർ ദാൻ യു കൺസ്യൂം. പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ മേടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു, സ്ക്രോൾ ചെയ്ത് 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ നമ്മൾ സ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് പകരം സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള ആൾക്കാർക്ക് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുന്നു. സോ നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എനിക്കാണ് ബെനഫിറ്റ് ലഭിക്കുന്നത്. സോ നിങ്ങളാണെങ്കിലും സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നതിന് പകരം അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ അതിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും. അതൊരു പാഷൻ ആയിട്ട് എടുക്കുക. സോ ഇതാണ് ആദ്യമായിട്ട് ഞാൻ വരുത്തിയ മാറ്റം. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ യു മസ്റ്റ് നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഹെൽത്തിന്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക്, അതിന് വേണ്ടിയിട്ട് കൂടുതൽ പഠിക്കുക. നിങ്ങൾക്ക് ഇൻകം ലഭിക്കുമ്പോൾ നിർബന്ധമായും 10% അല്ലെങ്കിൽ 20% നിങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റിവെക്കുക. ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്, വായിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. സോ എന്നാൽ മാത്രമേ അവിടെ ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിന് ഉണ്ടാകുള്ളൂ. നിർബന്ധമായും നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ വളർച്ചയ്ക്കാണ്. നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ, എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും അവിടെ പ്രോബ്ലംസ് വരും. ഒരു വാർ വന്നു, അവിടെ ആകെ പ്രശ്നമാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും അവിടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. നിങ്ങൾ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരും ഒരു നാൾ. മൂന്നാമതായിട്ട് പറയാനുള്ളത്, ക്രിയേറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ റോങ് പീപ്പിൾ. പലപ്പോഴും ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ആ വ്യക്തിയുമായിട്ട് കൂടെ നിൽക്കുന്ന ഒരു 4-5 ആൾക്കാരുടെ ഒരു ആവറേജ് സ്വഭാവമായിരിക്കും. സോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാര് ഈ പറയുന്ന ലൂസ് ടോക്സും പരദൂഷണമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് എങ്കിൽ അതേ സ്വഭാവം തന്നെയായിരിക്കും ഏകദേശം നിങ്ങൾക്കും വരാം. നിങ്ങൾ മടിയന്മാരാവും. നേരെ മറിച്ച് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ വളരാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളും ഓട്ടോമാറ്റിക്കലി അവിടെ വളരുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൈവറ്റ് കോളേജ് തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിക്ക വ്യക്തികളുടെയും പ്രത്യേകത, അവർ ഒരു ഡിഗ്രി കഴിഞ്ഞു അടുത്ത ഡിഗ്രിയിലോട്ട് പോകുന്നു. എല്ലാവരും പഠനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ എൻ്റെ 21-22 വയസ്സിൽ ഇതാണ് കാണുന്നത്. സോ ഇത് എനിക്ക് വളരെയധികം ഇൻസ്പയർ ചെയ്യുകയും അതുകൊണ്ടാണ് എനിക്കൊരു 7 മാസ്റ്റർ ഡിഗ്രി ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ എഡ്യൂക്കേഷൻ. സോ നമ്മുടെ കൂടെ എന്ത് തരത്തിലുള്ള സർക്കിളാണ് എങ്കിൽ അത് തന്നെയായിരിക്കും നമുക്കും ഏകദേശം ഉണ്ടാവുക. സോ നിങ്ങൾ നിർബന്ധമായും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നാലാമതായിട്ട് പറയാനുള്ളത്, സെറ്റ് എ സ്പെസിഫിക് ഗോൾ. നിർബന്ധമായും ഇപ്പൊ 2026 നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താണ് എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് എഴുതി വെക്കുക. അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ വർഷം അവസാനം പുതിയൊരു കാർ മേടിക്കണം. അതിന് എനിക്ക് വേണ്ടത് 5 ലക്ഷം രൂപയാണ് എങ്കിൽ ആ 5 ലക്ഷം എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് തയ്യാറെടുക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്. നിർബന്ധമായും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വേണ്ട. സ്പെസിഫിക് ആയാൽ മാത്രമേ നമുക്ക് അതിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഞാൻ ആദ്യമൊക്കെ എപ്പോഴും ജനറൽ ആയിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലായി, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. എപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം. എക്സാമിന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് ആൻസർ ചെയ്താലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്ന പോലെ. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത്, സ്പെൻഡ് ഓൺലി ആഫ്റ്റർ യുവർ ഇൻവെസ്റ്റ്മെന്റ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇൻകം ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും 10% നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിനിമം നിങ്ങൾ മാറ്റിവെക്കുക. ദെൻ ബാലൻസ് എമൗണ്ട് മാത്രം സ്പെൻഡ് ചെയ്യുക. അപ്പൊ 10% ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ അൺസർട്ടനിറ്റി നമുക്ക് കുറയ്ക്കാൻ സാധിക്കുള്ളൂ. പലപ്പോഴും ആൾക്കാർ കിട്ടുന്നതിൽ
ഓരോരുത്തർക്കും വീതം വെച്ച് കൊടുക്കുന്ന പരിപാടിയാണ്. EMI ഇത്ര അല്ല, സ്പെൻഡിങ് എൻ്റർടൈൻമെൻറ്റിന് ഇത്ര, ഇങ്ങനെയൊക്കെ വീതം വെച്ച് കൊടുക്കും. ലാസ്റ്റ് വീക്ക് ആകുമ്പോൾ ഒരു മന്ത് എൻഡിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ സേവിങ്സിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നില്ല. അപ്പോൾ കിട്ടുന്ന എമൗണ്ടിൽ നിർബന്ധമായും ഇത്ര പെർസെൻറ്റേജ്, മിനിമം ഒരു 10% എങ്കിലും നിങ്ങൾ മാറ്റിയതിന് ശേഷം മാത്രം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുക. അത് ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കണം. ഓക്കെ. ആറാമതായിട്ട് പറയാനുള്ളത് ക്രിയേറ്റ് എ ബജറ്റ് ട്രാക്കർ. നിർബന്ധമായും ബജറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. എല്ലാ മന്തും എൻഡിൽ പ്രോപ്പറായിട്ട് ബജറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഇൻകം എത്ര, എക്സ്പെൻസ് എത്ര എന്നുള്ളത് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യണം. ഇപ്പോൾ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അല്ല ബേസിക് കാര്യങ്ങൾക്ക് എത്ര എമൗണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട്, ഗ്രോസറി അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ദെൻ നമ്പർ 2, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സിനിമ കാണണം, മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എമൗണ്ട് മാറ്റി വയ്ക്കണം. ഫ്യൂച്ചറിന് എമൗണ്ട് ഇത്ര പെർസെൻറ്റേജ് എമൗണ്ട് മാറ്റി വയ്ക്കണം. ദെൻ ഇതിൽ അനാവശ്യ ചിലവുകൾ എത്ര വന്നിട്ടുണ്ട് ഒരു മാസം. അപ്പോൾ ഇങ്ങനെ വന്ന ഇൻകം എത്ര, പോയത് എത്ര എന്നുള്ളത് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ വണ്ടി എവിടേക്ക് പോകണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ. സോ ബജറ്റ് ട്രാക്കർ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. റിച്ച് പീപ്പിൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് ലേൺ സംതിങ് ന്യൂ അബൌട്ട് മണി. പണത്തെ പറ്റി, എങ്ങനെ പണം ഉണ്ടാക്കാം, ഇതിനെ പറ്റിയിട്ട് എപ്പോഴും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നേരത്തെ പറഞ്ഞു ഞാൻ, നോളജ് ഈസ് പവർ. നിങ്ങൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട് അത്രത്തോളം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഓരോ ക്വാളിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. ആ ക്വാളിഫിക്കേഷനൊക്കെ എനിക്ക് മോണിറ്റൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചു, അത് പഠിപ്പിക്കുന്നു, അതിലൂടെ എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. എൻ്റെ സ്വന്തം സ്ഥാപനം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അല്ലേ. അപ്പോൾ എത്രത്തോളം നോളജ് ഉണ്ട് അത്രത്തോളം നിങ്ങൾക്ക് ഏണിങ്സ് കൂട്ടാൻ സാധിക്കും. സോ നിർബന്ധമായും പണം സമ്പാദിക്കുന്നതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കുക. അതൊരു പാഷനായിട്ട് എടുക്കുക. അതൊരു നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഫിനാൻഷ്യൽ ഫ്രീഡം ലൈഫിൽ ഫണ്ടമെൻ്റൽ ആയിട്ട് എല്ലാവർക്കും വേണ്ട ഒന്നാണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് സ്റ്റോപ്പ് കെയറിങ് അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻ. പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടാത്തത്, എസ്പെഷ്യലി കേരളത്തിൽ, മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ കണക്കിലെടുക്കുക. ദെൻ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ആരെന്ത് ചോദിച്ചാലും യെസ് പറയുന്നത് അത് നിർത്താം. അപ്പോൾ തന്നെ നിങ്ങൾ പകുതി രക്ഷപ്പെടും. മറ്റുള്ള ആൾക്കാരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക. എപ്പോഴും യെസ് പറയുന്നത് നിർത്തുക, നോ പറയാൻ പഠിക്കുക. നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കൂടെ നിൽക്കുന്നവർ ആരൊക്കെയായിരിക്കും, നിങ്ങളെ വളരാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരൊക്കെയായിരിക്കും. ഇതിൻ്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റുള്ള ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിർബന്ധമായും എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എങ്കിൽ അത് പറയാം. ആ ഒരു സമയത്ത് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകുള്ളൂ. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, യെസ് പറയുന്നത് നിർത്തുക, നോ പറയാൻ പഠിക്കുക. ചില ആവശ്യമുള്ള കാര്യങ്ങളിൽ യെസ് പറയണം. ബട്ട് പലരും ചെയ്യുന്നത് യെസ് പറയാൻ ആൾക്കാർക്ക് മടിയാണ്, അവർക്ക് ഇനി വിഷമായാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അവസാനമായിട്ട് പറയാനുള്ളത് ഡിവേഴ്സിഫൈ യുവർ ഇൻകം സ്ട്രീംസ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു രീതിയിൽ മാത്രമാണ് ഇൻകം വരുന്നതെങ്കിൽ അത് കൂട്ടാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ഏൺ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട്, യൂട്യൂബ്. ദെൻ അതുമാത്രമല്ല അതിലൂടെ തന്നെ അഫിലിയേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ സ്ഥാപനത്തിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എത്രത്തോളം നമുക്ക് അതുപോലെ തന്നെ പല രീതിയിലുള്ള യൂട്യൂബ് ചാനൽസ്, ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഉണ്ട്, ഇത് ഫിനാൻസിൻ്റെയാണ്. നിങ്ങളുടെ പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടായിരിക്കും തോന്നുക, അതിനെ കണ്ടന്റ് ആക്കാൻ നോക്കുക. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് വളരാൻ സാധിക്കും അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എവിടെയെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് കിട്ടുന്ന ഇൻകം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇപ്പം നിങ്ങൾക്ക് സാലറി മാത്രമാണ് ഉള്ളതെങ്കിൽ ഒരു സൈഡ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതെങ്ങനെയാണ് പോസിബിൾ ആവുക? അതിനു വേണ്ടിയിട്ട് സ്കിൽ ഉണ്ടാക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, വളരാൻ ശ്രമിക്കുക. അതല്ലാണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ മിഡിൽ ക്ലാസ് ട്രാപ്പിൽ തന്നെ നിൽക്കും. നിങ്ങൾക്ക് ഒരു റിച്ച് ആയിട്ട് മാറണം, സാമ്പത്തിക സ്വാതന്ത്ര്യം വേണമെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റ് വേണം എന്നുള്ളതാണ് ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ, ശീലങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്കും ഫ്യൂച്ചറിൽ നല്ലൊരു റിസൾട്ടിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഞാനാണെങ്കിലും എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു.
സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.